എഴുത്തിനെയും സാഹിത്യകാരന്മാരെയും ചേർത്ത് നിർത്തുന്ന നഗരമാണ് ഷാർജ. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്ന് നടക്കുന്ന നഗരം. എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയോ അല്ലെങ്കിൽ വായനക്കാരെയും മാത്രമല്ല, മറിച്ച് പുസ്തക പ്രസാധകരെയും പുസ്തക വിതരണക്കാരെയും ഇപ്പോൾ ഷാർജ ചേർത്ത് നിർത്തുന്നുണ്ട്. അറബ് രാജ്യങ്ങളിലെ സാംസ്കാരിക കേന്ദ്രമായി യുനെസ്കോ അംഗീകരിച്ച നഗരം. 2019 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത പട്ടണം. 17 മ്യൂസിയങ്ങളും ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകമേളയുടെ വേദിയുമടക്കം സാഹിത്യ പ്രവർത്തകരെയും സാംസ്കാരിക മനസ്സുകളെയും ആകർഷിക്കുന്ന നഗരമാണ് ഷാർജ. സാഹിത്യരചനകൾ വായനക്കാരുടെ കൈകളിൽ എത്തിക്കുന്നതിൽ പ്രസാധകർക്കൊപ്പം തന്നെ വലിയ പങ്ക് വിതരണക്കാർക്കുമുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് ഷാർജ പുസ്തക വിതരണക്കാരുടെ ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത്. 4ാമത് ബുക്ക് സെല്ലേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ ബുദൂർ അൽ കാസ്മി ഇക്കാര്യം എടുത്തു പറയുകയും ചെയ്തു. It's an honor to welcome you all to the 4th edition of the International Booksellers Conference, a platform that has grown into a vital and unique space for global dialogue. This year, we're joined by more than 750 participants from 92 countries. In Sharjah, we remain committed to supporting you. Supporting booksellers and publishers around the world is central to our mission. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചാറ്റ് ജിപിടിയും ഗ്രോക്കുമെല്ലാം വളർന്നു പടരുമ്പോൾ പുസ്തകത്തെയും സാഹിത്യത്തെയും എങ്ങനെ സംരക്ഷിക്കണമെന്നാണ് 2 ദിവസത്തെ ആഗോള സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത്. വായനക്കാരിൽ വേഗത്തിൽ പുസ്തകമെത്തിക്കാനും പുസ്തകങ്ങൾ മാലിന്യ കൂമ്പാരമാകാതിരിക്കാനുമുള്ള നടപടികൾ സമ്മേളനം ചർച്ച ചെയ്തു. ഷാർജ ബുക്ക് ഫെയർ ഫസ്റ്റ് സെഷൻ ബുക്ക് സെല്ലേഴ്സ് കോൺഫറൻസിൻ്റെ ആദ്യത്തെ സെഷൻ ഞങ്ങൾ നടത്തിയിരുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ലോബിയിൽ വെച്ചിട്ടായിരുന്നു. കാരണം വളരെ ചെറിയ തോതിലാണ്. ഏകദേശം ഒരു 200ഓളം പബ്ലിഷേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അത് ഏകദേശം 750ഓളം പേരുടെ പാർട്ടിസിപ്പേഷനോടുകൂടി ഈ 2025 എഡിഷൻ വളരെ ഗംഭീരമായിട്ട് ഈ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഷാർജ ഭരണാധികാരിയുടെ മകളും ഞങ്ങളുടെ ചെയർപേഴ്സണായിട്ടുള്ള ഷെയ്ഖ ബുദൂർ ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. 92 രാജ്യങ്ങളിൽ നിന്നായി 750 പുസ്തക വിതരണ കമ്പനികളാണ് മേളയിൽ പങ്കെടുത്തത്. മാധ്യമ പ്രസാധക വിതരണ രംഗത്ത് ലോക പ്രശസ്തരായ പോർട്ടർ ആൻഡേഴ്സൺ, റനാറ്റോ സെൽവറ്റി, നാദിയ വസേഫ് തുടങ്ങിയവർ ആദ്യ ദിനം പ്രതിനിധികളുമായി ആശയങ്ങൾ പങ്കുവച്ചു. ബുക്ക് ക്ലബ്ബുകളുടെ പ്രാധാന്യം, പലർക്കായി ഒരേ പുസ്തകം പങ്കുവെക്കൽ തുടങ്ങി വിവിധ മേഖലകളെക്കുറിച്ച് സ്പെയിനിലെ റോഡ്രിഗസ് ലറൂബിയ സംസാരിച്ചു. പുസ്തക പ്രസാധനവും വിതരണവും സംബന്ധിച്ച എല്ലാ മേഖലകളും സ്പർശിച്ചതുകൊണ്ട് തന്നെ ഓരോ വർഷവും കൂടുതൽ രാജ്യങ്ങൾ കോൺഫറൻസിന്റെ ഭാഗമാകുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിലെ വർക്ക്ഷോപ്സ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അതായത് പല ബുക്ക് സെല്ലേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അതുമാതിരി തന്നെ എങ്ങനെ വിൽപ്പനയെ വളർത്താം, അല്ലെങ്കിൽ എങ്ങനെ ന്യൂ ഐഡിയാസ് കൊണ്ടുവരാം. ഇതൊരു ഷെയറിംഗ് ആണ്, അതായത് നോളജ് ഷെയറിംഗ് സെഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിയുന്ന ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട്. അവരാണ് ഇവർക്ക് വർക്ക്ഷോപ്സ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിഷർ പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് പബ്ലിഷേഴ്സിന് അവരുടെ പ്രോഡക്ട്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മറ്റുള്ള ബുക്ക് സെല്ലേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണിത്. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന വിവിധ രാജ്യങ്ങളിലായി 530 പുസ്തക വിതരണ കേന്ദ്രങ്ങൾ തുറന്ന കഥയാണ് ജർമ്മനിയിൽ നിന്നുമുള്ള മൈക്കൽ ബുച്ച് പുസ്തക വിതരണത്തിലെ പുതിയ സങ്കേതങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിച്ചത്. പുസ്തക പ്രസാധനത്തെക്കാൾ ശ്രമകരം വിൽപ്പനയാണ്. എന്നാൽ കോവിഡ് കാലത്തിന് ശേഷം പുസ്തക വിതരണം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, സൗദി അറേബ്യ, ജർമ്മനി, അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം 2 ദിവസങ്ങളിലെ മേളയിലെ സജീവ സാന്നിധ്യമായിരുന്നു. ഞങ്ങൾ ഏകദേശം 200ഓളം പേരെ ഞങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേൾഡ് വൈഡ് ഏകദേശം 94 കൺട്രീസ് നിന്നായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ്. അവരാണ് ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയും കീനോട്ട് സ്പീച്ചസ് നടത്തുകയും അതുമാതിരി തന്നെ പാനൽ ഡിസ്കഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന ഈ ടീമുകളാണ്. അപ്പോൾ ഇവരിൽ നിന്ന് അറിയാനുള്ള ഒരു നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ബുക്ക് സെല്ലേഴ്സ് കോൺഫറൻസ്. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി വായനയ്ക്കും സംസ്കാരത്തിനും നൽകുന്ന പരിഗണന തന്നെയാണ് ഷാർജയെ അക്ഷരങ്ങളുടെയും സാഹിത്യത്തിന്റെയും നനവുള്ള ഭൂമികയാക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾ ഷെയ്ഖ ബുദൂർ അൽ കാസ്മി ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയതോടെ
സാഹിത്യ ലോകത്തിലെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളും സാംസ്കാരിക മേളകളും കൂടുതൽ സജീവമായി. പുസ്തകോത്സവത്തിന്റെ തന്നെ മുഖം മാറി. കുട്ടികളുടെ റീഡിംഗ് ഫെസ്റ്റിവൽ കൂടുതൽ സജീവമായി. ബുക്ക് അതോറിറ്റി സിഇഒ അഹമ്മദ് ബിൻ റക്കാത്ത് അൽ അമേരിയും മേളകളിലെ നിറസാന്നിധ്യമാണ്. 23rd നമ്മൾ ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ തുടങ്ങുകയാണ്. 12 days ഇവന്റ്. അത് മാക്സിമം വർക്ക്ഷോപ്സ് ആണ് അതിൻ്റെ നടക്കുന്നത്. ഒരുപാട് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ആണ്, ഡിഫറെൻറ്റ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഓരോന്നും നമ്മളിപ്പോൾ ഈ വർഷം ഇതേ മാസം തന്നെ മൊറോക്കോയിൽ ഞങ്ങൾ ഗസ്റ്റ് ഓഫ് ഓണറാണ്. ഒരു 100ഓളം പേരടങ്ങുന്ന ഒരു ടീം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് 2 ദിവസം മുമ്പാണ് ബൊളോണിയ ബുക്ക് ഫെയർ കഴിഞ്ഞത്. അതിൽ ഞങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ലണ്ടൻ ബുക്ക് ഫെയർ നടന്നു, അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേൾഡ് വൈഡ് ഏകദേശം 30-35ഓളം ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളും ഒരുപാട് ഇവൻറ്റ്സ് ഷാർജയിൽ സംഘടിപ്പിക്കും. ഇതെല്ലാം തന്നെ ബുക്ക് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ബുക്ക് സെല്ലിംഗ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്, അതല്ലെങ്കിൽ വായന, എഴുത്ത്, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികളുടെ വായനയും ഭാവനയും വളർത്തുന്ന ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റ് മെയ് 1 മുതൽ 12 വരെയാണ് ഇത്തവണ നടക്കുക. 12 ദിവസം നീളുന്ന കുട്ടികളുടെ വായനോത്സവം ലോകത്തു തന്നെ അത്യപൂർവം. പുസ്തകങ്ങളെയും എഴുത്തുകാരെയും അടുത്തറിയുന്നതിനൊപ്പം വിനോദ കലാകായിക പരിപാടികളിൽ പങ്കെടുക്കാനും കുട്ടികൾക്ക് അവസരമുണ്ടാകും. പാചകം മുതൽ ചിത്രരചന വരെ നീണ്ടുപോകുന്നതാകും ഭാവനാ ലോകം. 100-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായ ഷാർജ ബുക്ക് ഫെയറിനും വേദിയാകുന്നത് ഇതേ എക്സ്പോ സെന്റർ തന്നെയാണ്. സാഹിത്യത്തിനും സാംസ്കാരിക കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പൈതൃക സംരക്ഷണത്തിനുമെല്ലാം ഇത്രയധികം തുകയും മനുഷ്യാധ്വാനവും ചെലവിടുന്ന മറ്റൊരു നഗരം വേറെയുണ്ടാകില്ല. പണം മാത്രമല്ല, ഭാവനയും ഭരണകൂടത്തിന്റെ പിന്തുണയും ഷാർജയുടെ കരുത്തും വഴികാട്ടിയുമാണ്.